ഹലോ, ടൈനി ഡോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു യാത്രാ വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രോ സത്യത്തിൽ ആദ്യം എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല ഇൻട്രോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ലിയോയെ വെച്ച് എൻ്റെ ഒരു ഇൻട്രോ തുടങ്ങാമെന്ന്. കാരണം എൻ്റെ ലിയോ വിഷമിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ പോകുന്നതിൽ. അച്ഛനുണ്ട് കേട്ടോ ലിയോയ്ക്ക് കൂട്ടായിട്ട്. അച്ഛൻ വന്നിട്ടില്ല ഞങ്ങളവിടെ. ഞാനും അമ്മയും ഏട്ടൻ്റെ അമ്മയും ഏട്ടനും ബ്രദറുമാണ് പോകുന്നത്. ഇനി യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ വിഷു സമയമല്ലേ നമ്മുടെ. അപ്പോൾ വിഷു ആയതുകൊണ്ട് തന്നെ നമ്മൾ എച്ച്.ഒ.ഡിയെ പോയി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. വേറെ ആരുമല്ല, നമ്മുടെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ഇപ്പം ഞങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവരാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർക്ക് പെട്ടെന്ന് ഗുരുവായൂർ പോയിട്ട് വരിക എന്ന് പറയുന്നത് ഒരു പോസിബിളായ കാര്യമല്ല. പക്ഷേ ഞങ്ങളത് പോസിബിളാക്കി കേട്ടോ. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ അത് പോസിബിളായി. ഞങ്ങൾ ഫ്രൈഡേ പ്ലാൻ ചെയ്ത് സാറ്റർഡേ പോവുമായിരുന്നു. സാറ്റർഡേ നൈറ്റ് ഇറങ്ങുമായിരുന്നു. അങ്ങനെ ഞങ്ങളിത് അമ്മയെ പിക്ക് ചെയ്യാൻ പോവുകയാണ്. അമ്മയും പിക്ക് ചെയ്ത് ഞങ്ങൾ യാത്ര തിരിച്ചു. ഇതിപ്പം കൊല്ലത്തൊക്കെ എത്തിയതാണ്. കൊല്ലത്തെത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി, യാത്ര എങ്ങോട്ടാണെങ്കിലും നമുക്ക് ഫുഡ് മുഖ്യം വയ്ക്കില്ല, ഇല്ലെങ്കിൽ ഗ്യാസ് കയറി വഴി കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ നിർത്തിയതാണ്. അപ്പോൾ എല്ലായിടത്തും വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്നില്ല. ഞങ്ങൾ 2-3 ഇടത്ത് ചോദിച്ചു. അപ്പോൾ അവിടെ വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്നില്ല. അപ്പം പിന്നെ ഇത് വെജിറ്റേറിയൻ ഫുഡുള്ള കട തപ്പിപ്പിടിച്ച് പോയതാണ്. അമ്പലത്തിലല്ലേ പോകുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ദോശയും കടലക്കറിയും ഗ്രീൻ പീസ് കറിയുമാണ് മേടിച്ചത്. അപ്പോൾ മേടിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് യാത്ര തിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 12-12:30 കൊച്ചി എറണാകുളത്തെത്തി. ഇതിപ്പോൾ സമയം വന്നിട്ടൊരു 12:30-1 ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അവിടെ അത്രയും ആളുകളുണ്ട്. അവിടെ കടകളുടെ ഫ്രണ്ടിലൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ട്. ആളുകൾ നിറഞ്ഞിരിക്കുകയാണ്. അത് 1 മണിയാണോ 2 മണിയാണോ അങ്ങനെയൊന്നും തോന്നുന്നില്ല. നമുക്ക് കൊച്ചിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നേ ഇല്ല അതൊരു മിഡ് നൈറ്റ് ആണെന്നുള്ളതൊന്നും. അത് കഴിഞ്ഞ് നമ്മളൊരു 4 മണിയായപ്പോൾ അവിടെ ഗുരുവായൂരെത്തി. ഞങ്ങൾ ഓൾറെഡി അവിടെ ഒരു ശ്രീകൃഷ്ണ റെസിഡൻസി എന്ന് പറയുന്ന അമ്പലത്തിൻ്റെ ഒരു 1/2 കിലോമീറ്റർ അകത്ത് വരുന്ന ഒരു ഇതിൽ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂമിന് നമുക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. നല്ല ഉറക്ക ക്ഷീണമുണ്ടല്ലേ. വണ്ടിയിലിരുന്ന് തൂങ്ങിയതിൻ്റെതാണ്. വണ്ടി അവരാണല്ലോ ഡ്രൈവ് ചെയ്ത്, അനിയനും ഒക്കെയാണ് ഡ്രൈവ് ചെയ്ത്. അതുകൊണ്ട് എനിക്ക് പിന്നെ പിറകെ ഇരുന്ന് തൂങ്ങുക എന്നുള്ളൊരിതേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ആ ഉറക്ക ക്ഷീണമാണ് കാണുന്നത്. പിന്നെ പെട്ടെന്ന് പോയി ഫ്രഷായി എല്ലാവരും. ഫ്രഷായിട്ട് ഇതാ പോകാനായിട്ട് ഇറങ്ങുവാണ്. ഇതെൻ്റെ പുതിയ സെറ്റും കൊണ്ടാണ്. ഇങ്ങനെയുണ്ട് ഇത്. പിന്നെ എന്താണ്, അങ്ങനെ ഞങ്ങളിതാ ഫ്രഷായി ഇറങ്ങി. എനിക്ക് സെറ്റും മുണ്ട് കൊടുക്കാൻ വലിയ വാക്കില്ല കേട്ടോ. ഉള്ള കാര്യം അതാണ്. എനിക്ക് സെറ്റും മുണ്ട് കൊടുക്കാൻ വലിയ വാക്കില്ല. സാരി ഞാൻ എങ്ങനെ ഉടുത്തെടുക്കും, വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും സാമാന്യം ഭേദപ്പെട്ട നിലയ്ക്ക് ഉടുക്കും. പക്ഷേ സെറ്റും മുണ്ട് എനിക്ക് ഉടുക്കാറുണ്ട്. ഏത് സെറ്റും മുണ്ട് കൊടുത്താലും എനിക്ക് കുറേ മിച്ചം വരും. നമ്മൾ ഉടുക്കുന്ന സാരി പോർഷൻ ഉണ്ടല്ലോ, അതിൽ കുറേ മിച്ചം വരും. ഇതിനെ ചൊരുവി വയ്ക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയാവൂ. ഇതും അതുപോലെ തന്നെ, ഇതിലും കുറേ മിച്ചം ഉണ്ടായിരുന്നു. ഇതിനെ പിന്നെ പ്ലീറ്റൊക്കെ എടുത്ത് ഞാൻ ചുരുവി വെക്കുകയാണ് ചെയ്തത്. പക്ഷേ എന്തോ സെറ്റും മുണ്ടെന്ന് പറഞ്ഞൊരു എലഗൻറ്റ് ലുക്കാണല്ലേ. ആരുടുത്താലും അതൊരു പ്രത്യേക ഭംഗിയാണല്ലേ. പക്ഷേ ഉടുക്കാൻ അറിയണം, അതങ്ങനത്തെ ഒരു കുഴപ്പമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളിതാ രാവിലെ തൊഴാനായിട്ട്, നിർമ്മാല്യമൊക്കെ മിസ്സായി. മണി 5 നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ. പക്ഷേ എങ്ങനെയെങ്കിലും രാവിലെ തൊഴാം എന്നുള്ള രീതിക്ക് ഞങ്ങളിതാ പോവാണ്. പക്ഷേ ഇത് 5 മണിയാണ്. അവിടെ നല്ല തിരക്കുണ്ട്. നല്ല തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ 24/7 ആണെന്ന് തോന്നുന്നു കടകളൊക്കെ. കാരണം ഞങ്ങൾ അങ്ങോട്ട് ഹോട്ടലിലേക്ക് പോയപ്പോഴും ഈ കടകളൊക്കെ ഓപ്പൺ ആയിരിക്കുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. തിരിച്ച് വന്നപ്പോഴും കടകളൊക്കെ ഓപ്പണാണ്. അപ്പോൾ ഇവിടെ ഫുൾ ടൈം ആ കടകൾ ഓപ്പണാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങളിതാ, ഇതൊരു നട, ഏത് നടയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ സത്യത്തിൽ. മറ്റേ പാഞ്ചജന്യം എന്ന് പറഞ്ഞ ദേവസ്വത്തിൻ്റെ മറ്റേ റെസിഡൻസിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തുള്ള നടയാണിത്. അപ്പോൾ ഞങ്ങളിത് ആ നട വഴി അമ്പലത്തിനകത്തേക്ക് പോയി. ഗുരുവായൂർ അമ്പലത്തിൽ അകത്തേക്ക് ഞാൻ ഫോട്ടോസ് എടുക്കാൻ പോയില്ല. ദൂരെ നിന്നുള്ള എടുത്ത ആ ഫുട്ടേജസ് മാത്രമേ ഉള്ളൂ. അകത്തേക്ക് ഞാൻ പോയില്ല. അങ്ങനെ എടുക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ അതുകൊണ്ട് പുറത്തുനിന്ന് എടുത്തതാണ്. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. തൊഴാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം അത്രയ്ക്ക് തിരക്ക് തന്നെ. ഞാനൊരു 4-5 പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗുരുവായൂർ. ഇത്രയും പ്രാവശ്യം കണ്ടതിൽ ഏറ്റവും കൂടുതൽ തിരക്ക് കണ്ടത് ഇപ്രാവശ്യമായിരുന്നു കേട്ടോ. ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലത്തെ നമ്മൾ ആ കമ്പി വെച്ചിങ്ങനെ ലൈൻ തിരിച്ചു വിടത്തില്ലേ, അത് കംപ്ലീറ്റായി. അത് കഴിഞ്ഞ് അമ്പലം ക്രോസ് ചെയ്ത് ഇപ്പുറം വന്നു. അതൊരു സീ കർവ് പോലെ വീണ്ടും വന്ന് ഓൾമോസ്റ്റ് ഒരു വൈകുന്നേരം വരെ നിന്നാൽ പോലും തൊഴാൻ പറ്റത്തില്ല. പക്ഷെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ ഞങ്ങൾ തൊഴുതു കേട്ടോ. തൊഴുതെന്നാൽ ഞങ്ങൾ ആ ക്യൂവിൽ കയറിയില്ല, പുറത്തൂടെ തൊഴാനുള്ള ക്യൂവിലാണ് കയറിയത്. പക്ഷേ ആ ക്യൂവിൽ കയറി ഞങ്ങൾ തൊഴുതു, ഭംഗിയായിട്ട് തൊഴുതു. 3 പ്രാവശ്യം തൊഴുതു കേട്ടോ അമ്പലത്തിൽ. അങ്ങനെ അത് തൊഴുതു. ഇത് മഞ്ജുളയാൽ, നമ്മളെ ഗുരുവായൂർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്ന നമ്മുടെ മഞ്ജുളയുടെ സ്വന്തം മഞ്ജുളാലും നമ്മളെ ഗരുഡനും. പിന്നെ അത് പോയി കാണാതിരുന്നാൽ പറ്റില്ലല്ലോ. അങ്ങനെ അവിടെ പോയി അതെല്ലാം കണ്ടു, അവിടെയും തൊഴുതു. തിരിച്ച് ഞങ്ങൾ വീണ്ടും വന്നു. അപ്പോഴത്തേക്കും സമയം ഒരു 8 മണിയായി കേട്ടോ. 7:30-8 പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറിയതാണ്. അതിൻ്റെ അടുത്ത് തന്നെയുള്ള, അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിലാണ് കയറിയത്. കഴിച്ചിട്ട് ആദ്യം ഞങ്ങൾ വിചാരിച്ചു മമ്മിയൂർ പോയിട്ട് വന്നിട്ട് കഴിക്കാമെന്ന്. പിന്നെ വിചാരിച്ചു അമ്മയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കാൻ ഞാൻ നെയ് റോസ്റ്റാണ് പറഞ്ഞിട്ട്. നെയ് റോസ്റ്റിൻ്റെ ആ ഒരു നീളം നോക്ക്, അടുത്ത പാത്രവും കൂടെ കവർ ചെയ്യും. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത് ഞങ്ങൾ നേരെ മമ്മിയൂർക്ക് പോയി. ഗുരുവായൂരപ്പനെ തൊഴുതാൽ മമ്മിയൂർ മഹാദേവനെയും തൊഴണം, നിർബന്ധമായും തൊഴണം. എന്നാലേ അതൊരു കംപ്ലീഷൻ ആവത്തുള്ളൂ.
അങ്ങനെ അവിടെ പോയി മമ്മിയൂർ മഹാദേവനെയും തൊഴുതു. അവിടെ പണി നടക്കുക കേട്ടോ, എന്താണെന്ന് അറിയത്തില്ല, ഒരുപാട് വർക്കുകൾ. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വർഷം മുന്നേ കണ്ടോ ഞങ്ങൾ പോയത്, അപ്പോഴും അവിടെ പണിയുണ്ടായിരുന്നു. മേ ബി ആരോപറമ്പിൽ റിനോവേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. എന്തായാലും ഒരുപാട് പണി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ നമ്മുടെ നാലമ്പലത്തിൻ്റെ അങ്ങോട്ടും ഒക്കെ ഇട്ട് ഒരുപാട് ഞാൻ നടക്കുന്നത്, അവിടെ ഒരു ഭഗവതി ക്ഷേത്രം ഉണ്ടല്ലോ അകത്തോട്ട്, അങ്ങോട്ടാണ് നടക്കുന്നത്. അവിടെയൊക്കെ പണി നടക്കുകയാണ്. അങ്ങനെയെല്ലാം അവിടെയെല്ലാം കഴിഞ്ഞു. അങ്ങോട്ട് ഞങ്ങൾ നടന്നു പോയി. പക്ഷേ തിരിച്ച് നടക്കാനുള്ള ആവത് ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഞങ്ങൾ മൂന്നുപേരും ചാടി ഒരു ഓട്ടോയിൽ കയറി ഇങ്ങി പോവുകയാണ്. അവർ രണ്ടുപേരും നടന്നു വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അതിനുള്ള ആംബിയർ ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ മൂന്നുപേരും ആദ്യം ഒരു ഓട്ടോയിൽ കയറി നേരെ ഹോട്ടലിലെത്തി ഒന്ന് വിശ്രമിക്കാൻ വിചാരിച്ചു. ഞങ്ങളൊരു 11 മണിയോടുകൂടി തിരിക്കാമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു 9 മണിയായി വന്നു. പിന്നെ ഒരു 1 അവർ ഞങ്ങളവിടെ കിടന്നിട്ട് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ തലേന്ന് ഇട്ടിട്ട് പോയ ഡ്രസ്സ് തന്നെ ഞാൻ പിന്നെ എടുത്തിട്ടത്. കാരണം ആ തലേന്ന് ഇട്ടിട്ട് ആ വണ്ടിയിലിരുന്ന് അവരുതേ ഉണ്ടായിരുന്നുള്ളൂ. വേറൊരു ഡ്രസ്സ് കൊണ്ടുപോയി എന്തിനെല്ലാം കൂടെ മുഷിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അതിനെ തന്നെ എടുത്തിടുക ചെയ്തത്. അങ്ങനെ ഇതിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഞങ്ങൾ തിരിച്ചപ്പോൾ ഓൾമോസ്റ്റ് ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 11-11:30 അവിടെ നിന്ന് തിരിച്ചപ്പോഴത്തേക്കും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം നല്ല ഇതുണ്ട്, എന്താണ് ട്രാഫിക്കിൻ്റെ പ്രശ്നമുണ്ട്. വേറൊന്നുമല്ല, വരുന്ന റോഡ് കംപ്ലീറ്റ് പണി നടക്കുകയാണ്. അവിടെയായിട്ട് റോഡ് ഡീവിയേഷൻ ഇട്ട് മടുത്ത് മനുഷ്യൻ. സത്യം ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഭ്രാന്ത് വരും, അങ്ങനത്തെ ഡീവിയേഷനുകളാണ് വിടുന്നത്. അപ്പോൾ ഒരു 1 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ ഫുഡ് കഴിക്കാനായിട്ട്, ഹോട്ടലിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, അവിടെ ഒരു കണ്ടൊരു ഹോട്ടലിൽ നിർത്തി. പേര് എഴുതിയിട്ടുണ്ട്, വായിക്കാനെത്തി പാടാണ്. അപ്പം അവിടെ ഇറങ്ങി ഞങ്ങൾ തലേന്ന് നോൺ വെജ് കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അന്ന് വ്രതം മുറിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മന്തിയാണ് ഓർഡർ ചെയ്തത്. ഓഫ് കോഴ്സ് കുറച്ച് നാൾ മുന്നേ വരെ ബിരിയാണി ആയിരുന്നു, എവിടെ പോയാലും ബിരിയാണി. ഇപ്പം പിന്നെ ഒരു 4 പേരിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മന്തി ആയിരിക്കും ഓർഡർ ചെയ്യുക. അങ്ങനെ മന്തിയൊക്കെ ഓർഡർ ചെയ്തു. നോർമൽ അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. മന്തിയൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വാട്ടർമെലോൺ ജ്യൂസ്, അത് അനിയൻ വാട്ടർമെലോൺ, ഞാൻ ലൈം ജ്യൂസൊക്കെ വാങ്ങിച്ചു കുടിച്ചു. പിന്നെ തിരിച്ചു എനിക്ക് വീണ്ടും വിശന്നപ്പുറത്ത് ഐസ്ക്രീം വാങ്ങിക്കാൻ കയറുന്നതാണ്. ഞാൻ തിന്നാൻ വേണ്ടിയിട്ടാണോ യാത്ര പോയതെന്ന് സംശയിക്കരുത്. യാത്ര പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെ ഞങ്ങളിത് ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊണ്ട്, ഇതിപ്പോൾ സമയം ഒരു 3-4 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് അത് കഴിച്ചുകൊണ്ട് അടുത്ത യാത്ര തിരിക്കുകയാണ്. അടുത്തൊരു ബേക്കറിയിൽ നിന്നാണേ മേടിച്ചത്. അതും കഴിച്ചുകൊണ്ട് അടുത്ത യാത്ര തിരിക്കുകയാണ്. പിന്നെ ഒരു 6 മണിയായപ്പോൾ പിന്നെയും പെട്ടെന്ന് തലവേദന വന്നപ്പോൾ ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല, അടുത്ത ചായ കുടിക്കാൻ നിർത്തി. പക്ഷേ അതൊരു വൈബ് സ്പോട്ടായിരുന്നു കേട്ടോ. ഒരുപാട് ടേസ്റ്റി അങ്ങനെ ഞാൻ പറയുന്നില്ല, ഓക്കെ ഫൈൻ, അങ്ങനത്തെ ഒരു ടേസ്റ്റ്. പക്ഷേ എനിക്ക് അവിടുത്തെ ആ ഒരു ആംബിയൻസ് ഇഷ്ടപ്പെട്ടു. ചെറിയൊരു കടയാണ് കേട്ടോ, ചായക്കൊപ്പാന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കടയാണ്. പക്ഷേ എനിക്ക് ആംബിയൻസ് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള, ഒരുപാട് പേർക്കൊന്നും ഒരേ സമയം കൺസിസ്റ്റ് ചെയ്യത്തില്ല. അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഒരു 10 പേർക്ക് ഇരിക്കാം ഒരേ സമയം, 10-12 പേർക്ക് ഇരിക്കാം അതിനകത്ത്. അങ്ങനത്തെ കുറേ പേരൊക്കെ പുറത്ത് നിന്നാണ് ചായ കുടിക്കുന്നത്. ഞങ്ങളകത്ത് കയറിയിരുന്നാണ് ചായ കുടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നല്ലൊരു ആംബിയൻസ് കേട്ടോ. നമുക്ക് അതിനകത്തിരുന്ന് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ആംബിയൻസ്. ഞങ്ങൾ അവിടെ നിന്ന് ഞാനും ഏട്ടനും ഷവർമയും, ഏട്ടൻ ചായയും, ഞാൻ മിൻറ്റ് കട്ടനും, അത് ഞാൻ മേടിച്ചത്. അമ്മമാരൊക്കെ ചായയും വടയും മേടിച്ചു. അതൊക്കെ കഴിച്ചിട്ട് റിട്ടേൺ യാത്ര തിരിക്കുകയാണ്. നല്ലാണ്ട് ബ്ലോക്ക് കണ്ടോ, നല്ല ബ്ലോക്ക്. മെയിൻ ഈ ബ്ലോക്കിന് കാരണം എന്ന് പറയുന്നത് റോഡിൻ്റെ പണി നടക്കുന്നത്. അപ്പോൾ ഒരു റോഡ് നേരെ വിടുന്നില്ല. ഞങ്ങളിവിടെ ട്രിവാൻഡ്രത്ത് എത്തിയപ്പോഴത്തേക്ക് സമയം 10 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ പട്ടത്തല്ല, ഇത് കേശവദാസപുരം, അവിടെ തട്ടുകടകളുണ്ടല്ലോ ഇഷ്ടം പോലെ. അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചത്. എവിടെ പോയിട്ട് തിരിച്ച് നമ്മളെ ട്രിവാൻഡ്രം കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്, എന്താണെന്ന് അറിയത്തില്ല, അത് ഭയങ്കര ഒരു വൈബാണ്. അങ്ങനെ തിരിച്ച് രാത്രി ഒരു 11 മണിയൊക്കെ അടുപ്പിച്ച് ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തി. അപ്പോൾ എൻ്റെ ട്രാവൽ വീഡിയോ ഇവിടെ തീരണേ. ടാറ്റാ.